സ്പെഡെക്സ് വിക്ഷേപണം വിജയകരം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. നാലാം ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. Docking process can happen in another 1 week. The nominal time is going to be approximately 7th of January. So I am waiting for the panel deployment status. I think you have the status. Yes, sir. Yes. So I would like to say that the panels of the satellites have been deployed successfully. So congratulations to the entire team of the PSLV project who put the satellite in the right orbit. Also the SpaceX team who worked very innovative, novel, cost-effective docking demonstration mission using 2 small satellite bus architecture. So congratulations to them as well. And also two very important parties of this mission is the POEM-4, where we have 24 payloads hosted, which are from the startups, industries, academic institutions, research laboratories, and also from ISRO centers. All the R&D payloads are there waiting for testing in the coming days, in fact in months. So congratulations to them for successful accomplishment of all the mission objectives through the POEM. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മഹേഷ്, മറ്റൊരു അഭിമാന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തിൽ ഈ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിയെന്ന് കരുതുന്നു. എല്ലാ ഘട്ടവും വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു അല്ലേ? തീർച്ചയായും അമൃത, ഉപഗ്രഹങ്ങൾ ഇപ്പോൾ കൃത്യമായ ഭ്രമണപാതയിലേക്ക് PSLV റോക്കറ്റ് വിന്യസിച്ചിരിക്കുന്നു, നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. മിഷൻ സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് ISROയിൽ നിന്ന് വരുന്നു. പൂർണ്ണ വിജയമായിരിക്കുന്നു ഈ സ്പെഡെക്സ് വിക്ഷേപണം എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. POEM-4 എന്ന് പറയുന്ന 4ാം ഘട്ടം കുറെ കൂടി അതിന്റെ ഭ്രമണപാതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരട്ട പേടകങ്ങൾ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് 2 വഴിയിലേക്ക് വഴിമാറി പോയിട്ടുണ്ട്. അതിന് ദിവസങ്ങൾ എടുത്താകും ഒരു പക്ഷേ ഒന്നിച്ചു ചേരുക. ആ ഒന്നിച്ചു ചേരൽ എന്ന് പറയുന്നത് അതാണ് ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ആ ഡോക്കിംഗ് പൂർത്തിയാകുന്നതോടു കൂടിയാണ് ഇന്ത്യ ചരിത്രത്തിലേക്ക് അടുക്കുക. കാരണം ആ ഡോക്കിംഗ് പൂർത്തിയാക്കുന്ന ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടി സംയോജിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ആ ദിവസങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു പകുതിയിലേറെ വരുന്ന ഭാഗം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആ പേടകങ്ങൾ 2 വശത്തേക്ക് സഞ്ചരിക്കുകയാണ്. അതിൽ SGX-1, SGS-2 ചേസർ ടാർജറ്റ് എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങൾ 2 വ്യത്യസ്ത പാതയിലേക്ക് ഇപ്പോൾ വഴിമാറിയിട്ടുണ്ട്. അത് ഒന്നിച്ചു വരും. ആ ദിവസത്തിനുള്ള കാത്തിരിപ്പാണ്. ഒപ്പം POEM എന്ന് പറയുന്ന പരീക്ഷണങ്ങൾ, 24 പരീക്ഷണങ്ങൾ, 10 ISROയുടെ 10 പരീക്ഷണങ്ങൾ, 14 വിവിധ ഏജൻസികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരീക്ഷണ ഉപകരണങ്ങൾ ഘടിപ്പിച്ച, പേലോഡുകൾ ഘടിപ്പിച്ച POEM ഇപ്പോൾ അതിൻ്റെ സഞ്ചാരപാതയിലാണ്. ഒരു ചരിത്ര നേട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ചരിത്രം കുറിക്കുന്ന അഭിമാന നിമിഷമാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ജനുവരി 1-ാം തീയതിയാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന തമോഗർത്ത പഠന ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഈ വർഷം 2024-ന്റെ അവസാന രാത്രിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് മറ്റൊരു നല്ല മുഹൂർത്തം കൂടി ISRO സമ്മാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ ഒരു സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ISRO കടന്നു പോകുന്നത്. മിഷൻ സക്സസ്ഫുൾ എന്ന് മെസ്സേജ് വരുന്നു, ISROയുടെ മെസ്സേജ് വരുന്നു. സമ്പൂർണ്ണ വിജയമായിരിക്കുന്നു സ്പെഡെക്സ് വിക്ഷേപണം. അമൃത, വിവരങ്ങളാണ് മഹേഷ് പോലൂർ പങ്കുവച്ചത്.